സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10th ഇംഗ്ലീഷ് മീഡിയം ബയോളജിയിലെ 3rd ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, ബിഹൈൻഡ് സെൻസേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഓക്കെ, അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ 3rd ചാപ്റ്റർ ബിഹൈൻഡ് സെൻസേഷൻസ്. ഓക്കെ, സെൻസേഷൻസിന് പിന്നിൽ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണുള്ളത് അല്ലേ? നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ് വഴിയാണ്. നമുക്ക് 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. എന്തൊക്കെയാണത് അല്ലേ? വളരെ ചെറിയ ക്ലാസ് തൊട്ടേ നിങ്ങൾ പഠിക്കുന്ന കാര്യം. നമുക്ക് ഐസ് ഉണ്ട്, ഇയേഴ്സ് ഉണ്ട്, നോസ് ഉണ്ട്, ടങ് ഉണ്ട്, അതുപോലെ സ്കിന്നും ഉണ്ട്. ഈ 5 എണ്ണമാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്. ഈ സെൻസ് ഓർഗൻസ് വഴിയാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും പിന്നീട് അതിനനുസരിച്ച് പ്രതികരിക്കുന്നതും. ഓക്കെ, അപ്പോൾ ആ പ്രതികരണമൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ അറിയുന്നു, അവയോട് എങ്ങനെ ശരീരം പ്രതികരിക്കുന്നു, അതിന് ശരീരത്തെ സഹായിക്കുന്നത് എന്തൊക്കെയാണ്, ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. നോക്കിക്കോളൂ, ഇവിടെ നിങ്ങൾക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സെയിം ബോക്സ് തന്നെയാണ്. അവിടെ റെസ്പോൺസസ് ആൻഡ് റീസൺസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ കോളത്തിൽ കുറച്ച് റീസൺസ് കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് കോളത്തിൽ നിങ്ങൾ എന്ത് എഴുതണം? റെസ്പോൺസ് എഴുതണം. അതായത് നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സീയിങ് എ ഫ്രണ്ട്. നിങ്ങളൊരു ഫ്രണ്ടിനെ കണ്ടു, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും? വളരെ കാലത്തിന് ശേഷം കാണുന്നതെന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും അല്ലേ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹലോ പറയും, അല്ലെങ്കിൽ ഹായ് പറയും, അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. അത് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ, ഓരോരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. അപ്പോൾ സിമ്പിളായിട്ട് സീയിങ് എ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റെസ്പോൺസ് കൊടുക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓടിപ്പോയി ഹഗ് ചെയ്യുന്നു, നമ്മളൊന്ന് ഹഗ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് റെസ്പോൺസ്. ഇനി രണ്ടാമത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പിന്നെ ഇങ്ങനെ ചിന്തിച്ച് നോക്ക്. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നു, ഫീലിംഗ് കോൾഡ്. നിങ്ങൾക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? തണുത്ത് കുറച്ച് അവിടെ ഇരിക്കുമോ? ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബ്ലാങ്കറ്റ് എടുത്ത് പുതക്കും അല്ലേ, നിങ്ങൾ ബ്ലാങ്കറ്റിങ് ചെയ്യും. അതായത് നിങ്ങളൊന്ന് പുതക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചൂടാവാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി നിൽക്കും ആണല്ലോ. അതായത് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം അതിനനുസരിച്ചിട്ടുള്ള മാർഗങ്ങളിലേക്ക് പോകുന്നു. ഇനി നെക്സ്റ്റ്, കവറിങ് ദ ഇയർ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എപ്പോഴാണ് നമ്മൾ ഇയർ കവർ ചെയ്യുക? വെറുതെ ഇയർ കവർ ചെയ്തുകൊണ്ടിരിക്കുമോ? ഇല്ല, നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൗഡ് നോയ്സ് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുക? ഇയർ കവർ ചെയ്യുക. അതായത് വലിയൊരു സൗണ്ട് കേൾക്കുന്ന സമയത്ത്, എന്തെങ്കിലും സ്ഫോടന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹെവി നോയ്സ് ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് നോയ്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇയർ നമ്മൾ കവർ ചെയ്ത് പിടിക്കും. ദെൻ അതുപോലെ കണ്ണിലേക്ക് ബ്രൈറ്റ് ലൈറ്റ് വരുന്നെന്ന് കരുതിക്കോ. നിങ്ങൾ കണ്ണിലേക്ക് നല്ല ലൈറ്റ് അടിച്ചു തരികയാണ്, അല്ലെങ്കിൽ ആരോ ഒരാളറിയാതെ ടോർച്ച് നിങ്ങളുടെ കണ്ണിലേക്ക് അടിച്ചു. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? കണ്ണ് തുറന്നു പിടിച്ച് അവിടെ ഇരിക്കുമോ? ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു? കണ്ണ് ക്ലോസ് ചെയ്യും അല്ലേ, നിങ്ങൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യും, അല്ലെങ്കിൽ കണ്ണ് ഒന്ന് കവർ ചെയ്ത് പിടിക്കും ആണല്ലോ. അത് മനസ്സിലായല്ലോ. അതായത് ഓരോ റിയാക്ഷൻസിനനുസരിച്ച്, നമ്മുടെ ഓരോ റീസൺസിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാകുന്നു? റെസ്പോൺസ് ക്രിയേറ്റ് ആവുന്നു. ഇനി നിങ്ങൾക്ക് ഹങ്കർ ഫീൽ ചെയ്യുന്നുണ്ട്, യു ആർ ഹംഗ്രി, നിങ്ങൾ ഹങ്കർ ഫീൽ ചെയ്തിരിക്കുകയാണ്, അതായത് നന്നായി വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കും, യു വിൽ ഈറ്റ് ഫുഡ്. ദെൻ നെക്സ്റ്റ്, നിങ്ങൾ തേഴ്സ്റ്റി ആണെങ്കിലോ, നിങ്ങൾക്ക് ഭയങ്കര ദാഹം അനുഭവപ്പെടുന്നുണ്ടെങ്കിലോ, ദാഹിച്ച് വലഞ്ഞിരിക്കുമോ? ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പോയി വെള്ളം കുടിക്കുന്നു ആണല്ലോ. അപ്പോൾ ഓരോ റീസൺസിനനുസരിച്ച് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ റെസ്പോൺസസ് ഉണ്ടാവുന്നത് നമ്മൾ സെൻസ് ഓർഗൻസ് ഇതൊക്കെ സെൻസ് ചെയ്യുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ടേബിൾ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ തന്നൊരു ടേബിളാണ്. ഒരുപാട് റീസൺസ് നമുക്ക് എഴുതി ചേർക്കാൻ വേണ്ടി പറ്റും. അതിനനുസരിച്ച് ഒരുപാട് റെസ്പോൺസസ് നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു 2-3 എണ്ണം എഴുതി ആ ടേബിൾ അങ്ങ് ഫില്ല് ചെയ്തിടുക. ഇനി നമുക്ക് നോക്കാം. ഹാവിങ് ടു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദീസ് റെസ്പോൺസസ് ആർ കോസ്ഡ് ബൈ ദ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദ സറൗണ്ടിങ്സ്.
നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇത് നമ്മുടെ സറൗണ്ടിങ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഓരോ സെൻസും അറിയാൻ വേണ്ടി പറ്റുന്നത്. റെസ്പോൺസസ് ആർ ഫോംഡ് ഡ്യൂ ടു വേരിയസ് ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ബോഡി ഓഫ് ഓർഗാനിസം. അതായത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സസ് നടക്കുന്നുണ്ട് ഒരു റെസ്പോൺസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലേ? റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരുപാട് ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സിൻ്റെ റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോ. എന്തെന്നാ? ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സിൻ്റെ റിസൾട്ടാണ് നമ്മുടെ റെസ്പോൺസസ്. ദെൻ there are numerous processes happening behind various responses made when seeing friend. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കണ്ടു, ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ നമ്മൾ അവരോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്ന കാര്യമാണ്. നോക്കുക, ഫസ്റ്റ് വൺ, നിങ്ങളൊരു ഫ്രണ്ടിനെ കാണണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു വസ്തുവിനെ കാണണമെങ്കിൽ അവിടെ എന്ത് വേണം? ലൈറ്റ് വേണം. കൂരിരുട്ടത്ത് നിൽക്കുന്ന ഒരു സാധനത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അതായത് ലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ നിങ്ങൾക്കൊരു വസ്തുവിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈറ്റ് റേസ് ഫ്രം ദ ഫ്രണ്ട്സ് എൻഡർ ദ ഐസ് ആൻഡ് ദ ഇമേജസ് ഫോംഡ്. നിങ്ങളുടെ ഫ്രണ്ടിൽ തട്ടിയിട്ട് ലൈറ്റ് റേസ് നിങ്ങളുടെ കണ്ണിലേക്ക് എത്തി. ദ ഇമ്പൾസസ് ഫ്രം ദ ഇമേജസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ ദ ഐസ്. നിങ്ങളുടെ ഐസിലുള്ള നെർവ്സ് വഴി ഇമ്പൾസസ് എങ്ങോട്ട് പോയി? നിങ്ങളുടെ ബ്രെയിനിലേക്ക് പോയി. ദ ബ്രെയിൻ അനലൈസസ് ദിസ് ഇമ്പൾസ് ആൻഡ് റെക്കഗ്നൈസ് ദ ഫ്രണ്ട്. ബ്രെയിൻ എന്ത് ചെയ്തു? ഈ ഇമ്പൾസിനൊക്കെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള ഒരു കമാൻഡ് തിരിച്ചു കൊടുത്തു. എങ്ങനെ റെസ്പോൺസ് ചെയ്യണം എന്നുള്ള കമാൻഡ് തിരിച്ചു കൊടുത്തു. ദെൻ ഇൻസ്ട്രക്ഷൻ ഫോർ റെസ്പോൺസസ് ആർ ഗിവൺ ടു ദ മസിൽസ്. മസിലാണ് ഇതിനനുസരിച്ച് പെരുമാറുന്നത്. ഒന്നിക്കെ നമ്മൾ കൈ ഉയർത്തി ഹായ് പറയണം, അല്ലെങ്കിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണം. ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ മസിൽസ് ആക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ആർക്ക് കൊടുക്കും? ബ്രെയിൻ നമ്മുടെ മസിൽസിന് കൊടുക്കും. വേരിയസ് റെസ്പോൺസസ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് മസ്കുലർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഉണ്ടാവുന്നത് ഒരുപാട് മസ്കുലർ ആക്ടിവിറ്റീസ് നടന്നിട്ടാണ്. പറഞ്ഞു വരുമ്പോൾ ഒരുപാടുണ്ടല്ലേ, പക്ഷെ ഇത് നടക്കുന്നത് വളരെ മൈന്യൂട്ട് സെക്കൻഡ്സ് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇമ്പൾസസും റെസ്പോൺസസും ഒക്കെ ഉണ്ടാവുന്നത് വളരെ മൈന്യൂട്ട് ടൈം എടുത്തിട്ടാണ്. അത് പറയുമ്പോൾ ഒരുപാടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ലൈറ്റ് റേസ് വന്നു, ലൈറ്റ് റേസ് ഇമേജ് ഫോർമേഷൻ നടത്തി കണ്ണിൽ. അപ്പോൾ അവിടെ നിന്ന് ഇമ്പൾസസ് എങ്ങോട്ട് പാസ് ചെയ്തു? ബ്രെയിനിലേക്ക് പാസ് ചെയ്തു. ബ്രെയിനിന് മനസ്സിലായി ആരെയാണ് നിങ്ങൾ കണ്ടത് എന്ന്. ബ്രെയിൻ തിരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്തു? റെസ്പോൺസിനായിട്ടുള്ള സിഗ്നൽ പാസ് ചെയ്തു മസിൽസിന്. മസിൽ അതിനനുസരിച്ച് റിയാക്ട് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരാളെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ നമ്മുടെ ബോഡിയിലുണ്ടായ റിയാക്ഷൻസ് ആണ് ഇതൊക്കെ. ദെൻ നെക്സ്റ്റ്, ഇനിയാണ് നമ്മുടെ ചാപ്റ്റർ. മീൻസ് ശരിക്കും ഇത്രയും നേരം പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിലേക്ക് നമ്മൾ പോകുന്നത്. നോക്കിക്കോളൂ, സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസസ്. ആദ്യത്തെ ടേം സ്റ്റിമുലൈ. എന്താണ് സ്റ്റിമുലസ് അല്ലെങ്കിൽ എന്താണ് സ്റ്റിമുലൈ? സ്റ്റിമുലൈ ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലീഡ് ടു റെസ്പോൺസസ് ഇൻ ലിവിങ് ബീങ്സ്. സിമ്പിളായി പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ക്രിയേറ്റ് റെസ്പോൺസ് ഇൻ എൻ ഓർഗാനിസം. നമ്മുടെ ബോഡിയിൽ റിയാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റിമുലസ് എന്ന് വിളിക്കാം. സ്റ്റിമുലൈ ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലീഡ് ടു റെസ്പോൺസസ് ഇൻ ലിവിങ് ബീങ്സ്. ലിവിങ് ബീങ്സിൽ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റിമുലസ് എന്ന് വിളിക്കാം. ദേ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്. സ്റ്റിമുലസിനെ നമുക്ക് 2 കാറ്റഗറി ആക്കിയിട്ട് പഠിക്കാം. എക്സ്റ്റേണൽ സ്റ്റിമുലസും ഇൻറ്റേർണൽ സ്റ്റിമുലസും. എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് വെച്ചാൽ ശരീരത്തിന് പുറത്തുനിന്ന് വരുന്ന സ്റ്റിമുലസ്, എക്സ്റ്റേണൽ ആണത്. അപ്പോൾ നമ്മുടെ ബോഡീൻ്റെ പുറത്തുനിന്ന് വരുന്നതാണ്. അതേസമയം ഇൻറ്റേർണൽ സ്റ്റിമുലസ് നമ്മുടെ ബോഡിയുടെ അകത്ത് തന്നെ ഫോം ചെയ്യുന്ന സ്റ്റിമുലസ് ആണ് ഇൻറ്റേർണൽ സ്റ്റിമുലസ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ അവിടെ തന്നിട്ട് നമുക്ക് ഓരോന്നും പറയാം. ടേക്സ് ഫുഡ് വെൻ ഹംഗ്രി. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾക്ക് വിശപ്പ് അനുഭവപ്പെടുന്ന സമയത്ത്, അല്ലേ? അപ്പോൾ അതെന്താണ്? നിങ്ങളുടെ ബോഡിയിൽ നിന്ന് പുറത്തുനിന്ന് വന്ന ഒരാൾ പറഞ്ഞാണോ? നിങ്ങളെ തോണ്ടിയിട്ട് പറഞ്ഞാണോ അതെ എനിക്ക് വിശക്കുന്നുണ്ടെന്ന്? അല്ല, നിങ്ങളുടെ ബോഡിക്കകത്ത് തന്നെ ഉണ്ടായ ഒരു സിഗ്നലാണത്. നിങ്ങളുടെ ബോഡിക്കകത്ത് തന്നെ ഉണ്ടായ ഒരു സ്റ്റിമുലസ് ആണത്. അപ്പോൾ അതെന്താണ്? ഇൻറ്റേർണൽ സ്റ്റിമുലസ്. ദെൻ എ റാബിറ്റ് അപ്പോൺ സീയിങ് എ ലയൺ ഗെറ്റ് സ്കെയർഡ് ആൻഡ് റൺസ് എവേ. മുയൽ ഒരു സിംഹത്തെ കണ്ടു, പേടിച്ചത് ഓടിപ്പോയി. അതെന്താണ്? എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ്. അത് അതിൻ്റെ ബോഡിക്കകത്തുണ്ടായ ചേഞ്ച് അല്ല. സിംഹത്തെ കാണുക എന്ന് പറയുന്ന ബോഡിൻ്റെ ഉള്ളിലല്ല, പുറത്താണ്. അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ദെൻ ബ്ലാങ്കറ്റിംഗ് ടു കീപ്പ് ഔട്ട് കോൾഡ്. തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? പൊതച്ചു. അതെന്താണ്? എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ്. തണുപ്പെന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ്. ദെൻ ഹോൾഡിങ് എൻ അംബ്രല്ല
ടു കീപ്പ് ഔട്ട് ദ റെയിൻ. അതായത് മഴയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു കുടയെടുത്ത് പിടിച്ചു. മഴ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ്. ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡ്യൂറിങ് സർട്ടൈൻ ഡിസീസസ്. നിങ്ങളുടെ ബോഡിക്കകത്ത് ഒരു മൈക്രോ ഓർഗാനിസം കയറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ കൂടും. ഇതെന്താണ്? ഇൻറ്റേർണൽ സ്റ്റിമുലസ് ആണ് അല്ലേ? അപ്പം നിങ്ങൾക്ക് ഹങ്കർ അനുഭവപ്പെടുന്നതും തേഴ്സ്റ്റ് അനുഭവപ്പെടുന്നതും എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ബോഡിക്കകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ടെമ്പറേച്ചർ കൂടുന്നതൊക്കെ എന്താണ്? ഇൻറ്റേർണൽ സ്റ്റിമുലസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്റ്റിമുലസ് 2 ടൈപ്പ്, എക്സ്റ്റേണലും ഇൻറ്റേർണലും. ഓർത്ത് വച്ചേക്കുക, എക്സാമ്പിൾ അടക്കം. ദെൻ നെക്സ്റ്റ്, റെസ്പോൺസസ് ആൻഡ് ഇമ്പൾസസ്. നോക്കുക, സ്റ്റിമുലൈ ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ ബോഡി ത്രൂ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഓർ നെർവ് എൻഡിങ്സ്. നമ്മുടെ ബോഡിയിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് വഴിയോ അല്ലെങ്കിൽ നെർവ് എൻഡിങ് വഴിയോ ആണ് നമ്മൾ സ്റ്റിമുലസ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട്? സ്പെഷ്യലൈസ്ഡ് സെൽസോ അല്ലെങ്കിൽ നെർവ് എൻഡിങ്സോ ഉണ്ട്. ഇവരെ എന്ത് വിളിക്കും? സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കും. നമ്മുടെ ബോഡിയിൽ സ്റ്റിമുലസ് റിസീവ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? സെൻസറി റിസപ്റ്റേഴ്സ്. കിട്ടിയല്ലോ? നമ്മുടെ ബോഡിയിൽ സ്റ്റിമുലസ് റിസീവ് ചെയ്യുന്ന ആളാണ് സെൻസറി റിസപ്റ്റേഴ്സ്. ദെൻ ഇനി എന്താ ഇമ്പൾസസ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. Electrical impulses are produced in receptors in response to external and internal stimulus. എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസോ ഇൻറ്റേർണൽ സ്റ്റിമുലസോ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന, നമുക്ക് ബോഡിയിൽ റെസ്പോൺസ് ഉണ്ടാക്കണം അല്ലേ? അങ്ങനെ റെസ്പോൺസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്ത് അത് പാസ് ചെയ്യണം. അതാണ് എന്തെന്ന്? ഇമ്പൾസ്. മനസ്സിലായല്ലോ? ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ റിസപ്റ്റേഴ്സ് ഇൻ റെസ്പോൺസ് ടു എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലൈ. എക്സ്റ്റേണൽ സ്റ്റിമുലസിനോ ഇൻറ്റേർണൽ സ്റ്റിമുലസിനോ അനുസരിച്ച് നമ്മുടെ റിസപ്റ്റേഴ്സിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ ഇമ്പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദീസ് ഇമ്പൾസസ് ആർ നോൺ ആസ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസിന് എന്ത് വിളിക്കും? റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. അപ്പോൾ എന്താ റിസപ്റ്റർ പൊട്ടൻഷ്യൽ? നമ്മുടെ ബോഡിയിൽ ഒരു സ്റ്റിമുലസ് വരുന്ന സമയത്ത് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസിനെയാണ് എന്ത് വിളിക്കുന്നത്? റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ദെൻ വെൻ ഈച്ച് ഇമ്പൾസസ് ആർ ഇൻ ഹയർ കോൺസെൻട്രേഷൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇസ് ഫോംഡ് ഇൻ ദ ന്യൂറോൺസ്. ഈ റിസപ്റ്റർ പൊട്ടൻഷ്യൽസ് ഓർ വെൻ സച്ച് ഇമ്പൾസസ് ആർ ഇൻ ഹയർ കോൺസെൻട്രേഷൻ, റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഹ്യൂജ് എമൗണ്ടിലായി കഴിഞ്ഞാൽ നമ്മുടെ നെർവ്സിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആക്ഷൻ പൊട്ടൻഷ്യൽസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ടോ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇസ് ഫോംഡ് ഇൻ ദ ന്യൂറോൺസ് അസോസിയേറ്റഡ് വിത്ത് ദ റിസപ്റ്റേഴ്സ്. ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മുടെ റിസപ്റ്റേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ദെൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രാവൽസ് ത്രൂ ന്യൂറോൺ ആൻഡ് ആസ് നെർവ് ഇമ്പൾസസ്. അപ്പോൾ നമ്മുടെ നെർവിലൂടെ ന്യൂറോൺസിലൂടെ എന്ത് പാസ് ചെയ്യും? ഈ ഇമ്പൾസസ് പാസ് ചെയ്യും. ഞാൻ ഒന്നുകൂടെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ ബോഡിക്കകത്തേക്ക് ഒരു സ്റ്റിമുലസ് വന്നു. നമ്മുടെ ബോഡിക്കകത്തേക്ക് ഒരു സ്റ്റിമുലസ് വന്നു. ആ സ്റ്റിമുലസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസിനെയാണ് എന്ത് വിളിക്കുന്നത്? റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഈ റിസപ്റ്റർ പൊട്ടൻഷ്യലിൻ്റെ അളവ് ഹയർ കോൺസെൻട്രേഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ റിസപ്റ്റർ പൊട്ടൻഷ്യൽ കൂടുന്ന സമയത്ത് നമ്മുടെ ന്യൂറോൺസിൽ അതൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോൺസിലൂടെ ട്രാവൽ ചെയ്ത് ഫൈനലി നിങ്ങളുടെ ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ എത്തും. തിരിച്ച് ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡ് എന്ത് ചെയ്യണം, എന്ത് റെസ്പോൺസ് സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം നമ്മുടെ മസിൽസിന് കൊടുക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ റിസപ്റ്റർ പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ ഓർത്ത് വെക്കുക. ഇലക്ട്രിക്കൽ ഇമ്പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റിസപ്റ്റേഴ്സിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ റെസ്പോൺസ് ടു എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലസ്. എക്സ്റ്റേണൽ സ്റ്റിമുലസിനോ ഇൻറ്റേർണൽ സ്റ്റിമുലസിനോ അനുസരിച്ച് നമ്മുടെ റിസപ്റ്റേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ. ക്ലിയർ ആണല്ലോ? ഈ റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്തിലേക്ക് ലീഡ് ചെയ്യും? ആക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് ലീഡ് ചെയ്യും. ദെൻ ഇത് ട്രാവൽ ചെയ്യുന്നു, നിങ്ങളുടെ ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ എത്തുന്നു. ഇൻ കണക്ഷൻ വിത്ത് ദാറ്റ് നിങ്ങളുടെ ബോഡിയിൽ റെസ്പോൺസ് ഉണ്ടാവുന്നു. അപ്പോൾ ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ഇത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിക്ചറാണ്, നിങ്ങളിതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബോഡിക്ക്, നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ സെല്ലിനകത്ത്, നിങ്ങളുടെ ന്യൂറോൺസിനകത്ത് അല്ലേ, ന്യൂറോൺസിനകത്ത് എപ്പോഴും ഒരു നെഗറ്റീവ് ചാർജും അല്ലേ, പുറത്തെപ്പോഴും ഒരു പോസിറ്റീവ് ചാർജും ആണ് നോർമൽ കണ്ടീഷനിൽ. പക്ഷേ എപ്പോഴാണോ ഒരു സ്റ്റിമുലസ് വരുന്നത്, ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, എപ്പോഴാണോ ഒരു സ്റ്റിമുലസ് വരുന്ന സമയത്ത് ഈ ചാർജിൻ്റെ അറേഞ്ച്മെൻറ്റിൽ മാറ്റം സംഭവിക്കും. ഈ ന്യൂറോൺസിനകത്ത് അപ്പോൾ പോസിറ്റീവ് ചാർജ് വരും സ്റ്റിമുലസിൻ്റെ റിസൾട്ടായിട്ട്. ഈ പോസിറ്റീവ് ചാർജിൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് അവിടെ എന്ത് ക്രിയേറ്റ് ആവും, ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ആവും. അതെങ്ങോട്ട് പാസ് ചെയ്യും, നിങ്ങളുടെ ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. നെർവ് ഇമ്പൾസസ് റീച്ച് ദ റിലേറ്റഡ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഫോം അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഈ നെർവ് ഇമ്പൾസ് നിങ്ങളുടെ ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ എത്തും. മെയിനായിട്ട് നമുക്കിപ്പോൾ ബ്രെയിൻ മാത്രം പറയാം. ബ്രെയിനിലേക്ക് എത്തും, എന്നിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. മസിൽസ് ആൻഡ് ഗ്ലാൻസ് റെസ്പോണ്ട് ടു ദീസ് ഇൻസ്ട്രക്ഷൻസ് അക്കോർഡിംഗ്ലി. നമ്മുടെ ബോഡിയിലുള്ള മസിൽസും അതുപോലെ തന്നെ ഗ്ലാൻസും ഒക്കെ ഈ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് ബോഡി ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരാളെ തൊട്ടു, നിങ്ങളുടെ സ്കിന്നിൽ ആരോ ഒരാൾ ടച്ച് ചെയ്ത സമയത്ത് അവിടെയുള്ള റെസപ്റ്റേഴ്സ്, അതായത് അവിടെയുള്ള സ്പെഷ്യൽ സെൽസ് അല്ലേ, റെസപ്റ്റേഴ്സിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ആയി അല്ലേ, പോസിറ്റീവ് ചാർജ് ഉള്ളിൽ അക്യുമുലേറ്റ് ചെയ്തു, ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ആയി, മെസ്സേജ് പാസ് ചെയ്തു ബ്രെയിനിലേക്ക്. ആരോ തൊട്ടു എന്നുള്ളതും നിങ്ങൾ കൈ വലിക്കണം എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും. ആണല്ലോ? അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Then sensory receptors and senses. Senses that can be recognized through receptors are divided into two types. നിങ്ങളുടെ റെസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ്. അതായത് റെസപ്റ്റേഴ്സ് അല്ല, സെൻസസ് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണ്, രണ്ട് ടൈപ്പ് ഉണ്ട്. ജനറൽ സെൻസസും സ്പെഷ്യൽ സെൻസസും. നമ്മുടെ ബോഡിയിൽ സെൻസസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ്, ഒന്ന് ജനറൽ സെൻസസും മറ്റൊന്ന് സ്പെഷ്യൽ സെൻസസും. മനസ്സിലായോ? ദ റെസപ്റ്റേഴ്സ് ഇൻ സ്കിൻ, മസിൽസ്, ജോയിൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ ഓർഗൻസ് ആൻഡ് ബ്ലഡ് വെസൽസ് ഹെൽപ്പ് ടു ഡിറ്റക്ട് ജനറൽ സെൻസസ് ലൈക്ക് ടച്ച്, പെയിൻ, ഹീറ്റ്, പ്രഷർ എക്സെട്ര. അതായത് നമ്മുടെ ബോഡിയിലുള്ള മെജോറിറ്റി ഓഫ് റെസപ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ടച്ചും പെയിനും ഹീറ്റും പ്രഷറും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഏത് ഭാഗത്ത്, നിങ്ങൾക്ക് കണ്ണ് തൊട്ടാലും വേനെടുക്കും, കണ്ണ് കുത്തിയാലും വേനെടുക്കും, കാലിൽ കുത്തിയാലും വേനെടുക്കും അല്ലേ. നിങ്ങളുടെ ബോഡിയുടെ ഏത് ഭാഗത്ത് കുത്തിയാലും നിങ്ങൾക്ക് വേദന അറിയാം. പ്രഷർ അപ്ലൈ ചെയ്താൽ പ്രഷർ മനസ്സിലാക്കാൻ പറ്റും, ടച്ച് മനസ്സിലാക്കാൻ പറ്റും, എവിടെ തൊട്ടാലും. ആണല്ലോ? അപ്പം ഇത്തരത്തിലുള്ള സെൻസസിനെ വിളിക്കും ജനറൽ സെൻസ്. എന്നാൽ കാണുക, നിങ്ങൾക്ക് കാലുകൊണ്ട് കാണാൻ പറ്റുമോ? പറ്റൂല. അതിനെന്ത് തന്നെ വേണം, കണ്ണ് തന്നെ വേണം. കണ്ണിന് മാത്രമേ എന്തിനുള്ള കപ്പാസിറ്റി ഉള്ളൂ, ഏത് സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൂ, വിഷൻ എന്ന സെൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള സെൻസസ് ആണ് സ്പെഷ്യൽ സെൻസസ്. ചെവിക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ, അപ്പോൾ അതെന്താണ്, ഒരു സ്പെഷ്യൽ സെൻസ് ആണ്. ക്ലിയർ ആണല്ലോ? പറഞ്ഞു മനസ്സിലായല്ലോ? സോ നോക്കിക്കോ. ബട്ട് ദ റെസപ്റ്റേഴ്സ് കോൺസെൻട്രേറ്റഡ് ഓൺലി ഇൻ സർട്ടൻ ഓർഗൻസ് ഹെൽപ്പ് ടു റെക്കഗ്നൈസ് സ്പെഷ്യൽ സെൻസസ് സച്ച് ആസ് വിഷൻ, ഹിയറിംഗ്, ടേസ്റ്റ് ആൻഡ് സ്മെൽ. അതായത് വിഷൻ കണ്ണിന് മാത്രമേ കാണാൻ പറ്റൂ, ഹിയറിങ് ചെവിക്ക് മാത്രമേ കേൾക്കാൻ വേണ്ടി പറ്റൂ, ടേസ്റ്റ് നാവിന് മാത്രമേ ടേസ്റ്റ് അറിയാൻ പറ്റൂ, സ്മെല്ല് മൂക്കിന് മാത്രമേ സ്മെൽ അറിയാൻ പറ്റൂ. ഇവ എന്താണ്, സ്പെഷ്യൽ സെൻസസ് ആണ്. പറഞ്ഞ് മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്കൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളോട് കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് തന്നെയാണിത്. നിങ്ങളുടെ ഈ ഫുൾ ചാപ്റ്ററിലേക്കുള്ള ഇൻട്രൊഡക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് 3 കോളാക്കി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ സെൻസ് ഓർഗൻസ്, സെക്കൻഡ് കോളം റെസപ്റ്റേഴ്സ്, തേർഡ് കോളത്തിൽ സ്റ്റിമുലസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഐ, നിങ്ങളുടെ കണ്ണ്, സെൻസ് ഓർഗൻ. റെസപ്റ്റർ ഏതാണ്, കണ്ണിലുള്ള റെസപ്റ്റർ ഏതാണ്, ലൈറ്റ് സെൻസ് ചെയ്യാനുള്ള റെസപ്റ്ററാണ്. ആ റെസപ്റ്ററിൻ്റെ പേരെന്താ, ഫോട്ടോ റിസപ്റ്റേഴ്സ്. അവരെന്താ സെൻസ് ചെയ്യുക, അവിടെ സ്റ്റിമുലസ് എന്താണ്, ലൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ കോളം കംപ്ലീറ്റ് ആയേ. നമുക്ക് നോക്കാം. ഐ. ഓക്കെ, റെസപ്റ്റർ ഏതാ, ഫോട്ടോ റിസപ്റ്റർ. സ്റ്റിമുലസ് ഏതാ, ലൈറ്റ്. ലൈറ്റാണ് സ്റ്റിമുലസ്, ഫോട്ടോ റെസപ്റ്റേഴ്സ് ആണ് റെസപ്റ്റർ, ഐ ആണ് നമ്മുടെ സെൻസ് ഓർഗൻ. ഓക്കെ, വിഷൻ പോസിബിൾ ആക്കുന്നത് ഐ. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ പറയുന്നത് എന്താണ്, സെൻസ് ഓർഗൻസും റെസപ്റ്റേഴ്സും സ്റ്റിമുലസും എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഐൻ്റെ കേസിൽ നിങ്ങൾക്കത് മനസ്സിലായി. അപ്പോൾ ഐ, ഫോട്ടോ റെസപ്റ്റേഴ്സ്, ലൈറ്റ്. ദെൻ സെക്കൻഡ് വൺ ഇയർ.
ഇയറിൻ്റെ കേസിൽ നിങ്ങളിങ്ങനെ ആലോചിക്കുക, നിങ്ങൾ ഫോൺ ചെയ്യുന്നത് എവിടെ വെച്ചാൽ ചെവിയിൽ വെച്ചിട്ടല്ലേ. ഫോൺ നമ്മൾ മെയിനായിട്ട് കേൾക്കാൻ, സംസാരിക്കുന്ന സമയത്ത് കേൾക്കാൻ യൂസ് ചെയ്യുന്നു അല്ലേ, ഫോൺ. ആ ടേം മനസ്സിൽ വരണേ, ഫോൺ. അപ്പോൾ ഫോണോ റിസപ്റ്റർ, അപ്പോൾ ചെവിക്കകത്തുള്ള റിസപ്റ്റർ ഏതാണ്, ഫോണോ റിസപ്റ്റർ. അല്ലെങ്കിൽ അതിനൊരു മറ്റൊരു പേരും കൂടിയുണ്ട്, മെക്കാനോ റിസപ്റ്റർ. ഇതെന്ന് ഫോണോ റിസപ്റ്റർ അല്ലെങ്കിൽ മെക്കാനോ റിസപ്റ്റർ. നിങ്ങളുടെ ചെവിയിലുള്ള റിസപ്റ്റർ ഏതാണ്, ഫോണോ റിസപ്റ്റർ അല്ലെങ്കിൽ മെക്കാനോ റിസപ്റ്റർ. സ്റ്റിമുലസ് എന്താണ്, ഓഫ് കോഴ്സ് സൗണ്ട് അല്ലേ. സ്റ്റിമുലസ് എന്താണ് അവിടെ, സൗണ്ടാണ് സ്റ്റിമുലസ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ചെവിയുടെ കേസിൽ 2 റിസപ്റ്റേഴ്സ് നമുക്ക് പറയാം, മീൻസ് 2 സെയിം തന്നെയാണ്, ഒന്നല്ലെങ്കിൽ ഒന്ന് അങ്ങനെ പറഞ്ഞാൽ മതി. ഫോണോ റിസപ്റ്റർ അല്ലെങ്കിൽ മെക്കാനോ റിസപ്റ്റർ. അപ്പോൾ ഇയറിലുള്ള റിസപ്റ്റർ ഏതാണ്, ഫോണോ റിസപ്റ്റർ അല്ലെങ്കിൽ മെക്കാനോ റിസപ്റ്റർ. സ്റ്റിമുലസ് എന്താണ്, സൗണ്ട്. ഇതാ ഞാനിപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ അല്ലേ, ഞാനിപ്പോൾ നിങ്ങളെ എൻ്റെ സൗണ്ട് കൊണ്ട് ഒച്ചപ്പാടാക്കി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലേ, മീൻസ് ഒച്ചപ്പാടാക്കുന്നുണ്ടല്ലേ എൻ്റെ സൗണ്ട്. ആ സൗണ്ട് എന്താണ്, സ്റ്റിമുലസ് ആണ്. ഇപ്പോൾ എൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് ആണല്ലോ. അപ്പോൾ എൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് സ്റ്റിമുലസ്. എൻ്റെ സൗണ്ട് ആരാ റിസീവ് ചെയ്തത്, നിങ്ങളുടെ ചെവിയിലെ ഫോണോ റിസപ്റ്റേഴ്സ്. നിങ്ങൾക്ക് എന്ത് സാധ്യമാകുന്നു, ഹിയറിംഗ് എന്നുള്ള സെൻസ് സാധ്യമാകുന്നു. ദെൻ അടുത്തത് ടങ്. റിസപ്റ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്, കീമോ റിസപ്റ്റർ. ടങ്ങിലുള്ള റിസപ്റ്റർ എന്താണ്, കീമോ റിസപ്റ്റർ. എന്തറിയാനാണ്, സ്റ്റിമുലസ് എന്താണ്, ടേസ്റ്റ്. ദെൻ സ്കിന്നിൻ്റെ കേസിൽ ടച്ച് റിസപ്റ്റർ. ടച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ടച്ച് റിസപ്റ്റർ ഉണ്ട്. എന്തറിയും, ടച്ച് അറിയും അല്ലേ. സ്റ്റിമുലസ് എന്താണ്, ടച്ച്. ഒന്നുകൂടെ പറയാം, സ്കിന്ന്, ടച്ച് റിസപ്റ്റർ, ടച്ച്. ഇനി സ്കിന്നിൽ തന്നെ നമുക്ക് ഒരു റിസപ്റ്ററും കൂടെ പറയാം, തെർമോ റിസപ്റ്റർ. തെർമോ റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അറിയാൻ. ഓക്കെ, സ്റ്റിമുലസ് എന്താണ്, ടെമ്പറേച്ചർ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, സ്കിൻ, ടച്ച് റിസപ്റ്റർ, ടച്ച്. ദെൻ സ്കിന്ന് തന്നെ തെർമോ റിസപ്റ്റർ, ടെമ്പറേച്ചർ. കിട്ടിയല്ലോ. ദെൻ നോസിൻ്റെ കേസിൽ എന്താ, ഓൾ ഫാക്ടറി റിസപ്റ്റർ. നോസിലുള്ള റിസപ്റ്റർ ഏതാണ്, ഓൾ ഫാക്ടറി റിസപ്റ്റർ അല്ലെങ്കിൽ കീമോ റിസപ്റ്റർ. ഓൾ ഫാക്ടറി റിസപ്റ്റർ അല്ലെങ്കിൽ കീമോ റിസപ്റ്റർ. എന്തറിയും, സ്റ്റിമുലസ് എന്താ, സ്മെല്ല്. അപ്പോൾ ഇത്ര എഴുതിയ ടേബിൾ കംപ്ലീറ്റ് ആയി. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ വായിക്കാം. ഓക്കെ, നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം, അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഐ ഫോട്ടോ റിസപ്റ്റേഴ്സ് ലൈറ്റ്, ഇയർ മെക്കാനോ റിസപ്റ്റർ ഓർ ഫോണോ റിസപ്റ്റർ സൗണ്ട്, ടങ് കീമോ റിസപ്റ്റേഴ്സ് ടേസ്റ്റ്, സ്കിൻ ടച്ച് റിസപ്റ്റർ ടച്ച്, സ്കിന്ന് തന്നെ തെർമോ റിസപ്റ്റർ ടെമ്പറേച്ചർ. ദെൻ നോസ് ഓൾഫാക്ടറി റിസപ്റ്റർ അല്ലെങ്കിൽ കീമോ റിസപ്റ്റർ. എന്തറിയും, സ്മെല്ല്. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചുകൊണ്ട് അടുത്ത ക്ലാസ് നമ്മൾ കണ്ണിനെ കുറിച്ച് പറയും, നമ്മുടെ ഐനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഐയുടെ സ്ട്രക്ചറൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് നമ്മുടെ കണ്ണിനെ കുറിച്ച് ഒരു ചെറിയ ധാരണയുണ്ട്, നമുക്കതൊന്ന് ഉറപ്പിച്ച് വെക്കാം അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കുക. ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. പറഞ്ഞത് മറക്കരുത്, ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ക്ലാസ് ഇഷ്ടമായെങ്കിൽ. ഓക്കെ, നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.